ഉമ്മമാരെ റാബിയത്തുൽ അദവിയായ കേട്ടിട്ടുണ്ടോ? കള്ളുഷാപ്പിൽ കള്ളൊഴിച്ചു കൊടുക്കുന്ന പാട്ടുകാരി പെണ്ണായിരുന്നു. കള്ളുഷാപ്പിൽ കള്ളൊഴിച്ചു കൊടുക്കുന്ന പെണ്ണായിരുന്നു. പക്ഷേ ഇന്ന് പേര് കേട്ടാൽ അറിവുള്ളവരുടെ വായിൽ നിന്ന് അലതല്ലുന്ന തിരമാല പോലെ റളിയല്ലാഹു അൻഹാ എന്ന് ചൊല്ലി ആദരിക്കുന്ന വലിയത്തുല്ലാഹി റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ പാതിരാവിന്റെ ഉള്ളറയിൽ 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന മഹദിയായിരുന്നു. 100 റക്അത്ത്. എന്റെ വിഷയം ആ തഹജ്ജുദിനെ പറയലല്ല, ഇശായല്ല, അതിനുശേഷം അവസാനമായി നിസ്കരിക്കുന്ന വിത്റുമല്ല. 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന മഹദിയാണ്. അതിനുശേഷം അല്ലാഹുവിനോട് നടത്തിയിരുന്നൊരു ദുആയുണ്ട്. തമ്പുരാനേ, ഈ 100 റക്അത്ത് തഹജ്ജുദ് പാവപ്പെട്ട റാബി അങ്ങ് നിസ്കരിക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ആശ്വാസമുണ്ട് അല്ലാഹ്. അതെന്താണെന്നറിയോ? ഞാൻ നിസ്കരിച്ച ഈ 100 റക്അത്തും എന്റെ ഹബീബായ, നിന്റെ അഹബ്ബായ, എന്റെ ശഫീആയ, ഉലകത്തിന്റെ സയ്യിദായ ത്വാഹ റസൂലുള്ളാഹി ഉറക്കെ സ്വലാത്ത് ചൊല്ലൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമല്ലോ റബ്ബേ. അതെ, അത് ഹദീസാണ്, അതിൽ സംശയിക്കണ്ട. ഞാനിപ്പോൾ ഈ പ്രസംഗിക്കുന്നത് ആഫ്രിക്കയിൽ നിന്ന് കാണുന്നവരുണ്ട്, അറിയുന്നവരുണ്ട്. അമേരിക്കയിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്, കാണുന്നവരുണ്ട്. ഇതൊരു പക്ഷേ എന്റെ ഭാര്യ കേൾക്കുന്നുണ്ടാകും, എന്റെ നാട്ടിൽ വെച്ച് എന്റെ ശിഷ്യന്മാർ കേൾക്കുന്നുണ്ടാകും, എന്റെ പരിസരത്തുള്ള അയൽവാസികളും മറ്റു പല ജില്ലകളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് നാടിൽ നിന്നും ഇത് കേൾക്കുന്നുണ്ടാകും. അതെ, നമുക്കൊക്കെ അത് നടക്കുമെങ്കിൽ റസൂലുള്ളാഹിക്ക് എന്തുകൊണ്ട് നടന്നുകൂടാ? ആ റൗളയിൽ അല്ലാഹു ഒരു ആത്മീയ സംവിധാനം വെച്ചു കൊടുത്താൽ നടക്കുമല്ലോ. റസൂലുള്ളാഹി തന്നെ പറയട്ടെ, ഇതുറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ എവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും എന്റെ മേലത് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. നബിയുനാ റസൂലുള്ളാഹി. സ്ക്രീനിൽ ചിത്രം പറയുന്നതിനാണ് തുറദു എന്ന് പറയാ. സ്ക്രീനിൽ ചിത്രം ഇങ്ങനെ വരുന്നതിന് തുറദു അലയ്യ എന്ന് പറയാം, യുറദു അലയ്യ എന്ന് പറയാം. സ്ക്രീനിൽ ചിത്രം ഇങ്ങനെ വരുന്നതിന് അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച വാക്കാണത്. അഅമാലുക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ അമലുകളൊക്കെ എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ റൗളയിൽ ഈ സദസ്സ് കാണുന്നുണ്ട് ഇൻഷാ അല്ലാഹ് മുഹമ്മദ് മുസ്തഫ. അതാണ് റാബിയത്തുൽ അദവിയ എടുത്തുദ്ധരിച്ചത്. അല്ലാഹുവേ, ഞാൻ ഈ 100 റക്അത്ത് നിസ്കരിച്ചത് എന്റെ ഹബീബ് കാണുമല്ലോ, അറിയുമല്ലോ. എന്നിട്ടുള്ള ലാഭം എന്താണെന്നറിയോ? കേട്ടോളൂ. അങ്ങനെയാകുമ്പോൾ ഈ സദസ്സിൽ നിന്ന് മുഹമ്മദീയ മഹബത്തിന്റെ എസൻസ് കുടിച്ചുകൊണ്ട് പോകണം പെണ്ണുങ്ങളെ. ഇതൊരു വല്ലാത്ത എസൻസ് ആണ്. മുന്തിരിയുടെ എസൻസ് കുടിക്കുന്നവരല്ലേ നിങ്ങള്? ആപ്പിളിന്റെ എസൻസ് കുടിക്കുന്നവരല്ലേ നിങ്ങള്? മാങ്ങ എസൻസ് കുടിക്കുന്നവരല്ലേ നിങ്ങള്? നിങ്ങൾ ഇന്ന് വരെ മുഹമ്മദീയ മഹബത്തിന്റെ എസൻസ് കുടിച്ചിട്ടുണ്ടോ? കുടിക്കണേ, കുടിക്കണേ. അല അറിയണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമ പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ പ്രിൻസിപ്പളാണ്, മുദരിസാണ്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വിദ്യാർത്ഥിയാണ്. ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാനും തങ്ങളും 4 ദിവസങ്ങൾക്ക് മുമ്പ് 2 ദിവസം ദ്വീപിലുണ്ടായിരുന്നു. പ്രഭാഷണത്തിന് പോയി. ഉദ്ഘാടനം തങ്ങളായിരുന്നു. മജ്ലിസുൻ നൂർ വാർഷികം. മഹാനവറുകൾ സുബ്ഹാനല്ലാഹ് പട്ടിക്കാട് ജാമിഅ നൂരിയിൽ കൊച്ചു വിദ്യാർത്ഥിയായി പഠിക്കുന്ന കാലത്ത് അറബികളുടെ അതരങ്ങളാൽ ആലിമുൽ ആലം എന്ന് വിളിക്കപ്പെട്ട വലിയുള്ളാഹി ശംസുൽ ഉലമ റൂമിന്റെ പുറത്ത് കസേര ഇട്ടുകൊണ്ട് ജപമാല മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചുകുട്ടിയായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാപ്പ കുളിച്ചുകൊണ്ട് സോപ്പ് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമ തങ്ങളെ ഉസ്താദാണ്, ജാമിഅ നൂരിയയുടെ പ്രിൻസിപ്പളാണ്. പക്ഷേ എല്ലാം മറന്നുകൊണ്ട് എണീറ്റുകൊണ്ട് തങ്ങളെ ബാക്കിൽ പോയി ചോദിക്കുകയാണ്, തങ്ങളെ ആ
സോപ്പൊന്ന് തരുമോ, എനിക്കൊന്ന് കുളിക്കാനാണ്. എന്തിനാ തങ്ങളുപ്പാപ്പാന്റെ സോപ്പ് വാങ്ങിയത്? ഹൈദരലി ശിഹാബ് തങ്ങളുപ്പാപ്പ റസൂലുള്ളാന്റെ പേരക്കുട്ടിയാണ്. മുസ്തഫ തങ്ങളുപ്പാപ്പ റസൂലുള്ളാന്റെ പേരക്കുട്ടിയാണ്. മഹാനവറുകൾ റൂമിൽ വരുമ്പോൾ ഞാൻ എണീറ്റ് എന്നുകൊണ്ട് കൈപിടിച്ച് മുത്തി. എന്നേക്കാൾ പ്രായം കുറവാണ്, എന്നാലും മുത്തിയേ. കാരണം അത് റസൂലുള്ളാന്റെ പേരക്കുട്ടികളാണ്. ഉർഖുഹു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി. മുഹമ്മദ് നബിയെ അഹ്ലു ബൈത്തിൽ നിങ്ങൾ പരിഗണിച്ച് ബഹുമാനിക്കണേ. ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്യധ്വാനം നടത്തിയതും പാടുപെട്ടതും സമരം ചെയ്തതോ, എന്റെ കാലിലേക്ക് കല്ലേറ് വന്നുകൊണ്ട് ഞെരിയാണി പൊളിഞ്ഞ് രക്തം പമ്പ് ചെയ്തതോ, ഉഹുദ് യുദ്ധത്തിൽ എന്റെ പല്ല് ഷഹീദായി കഷ്ടപ്പെട്ടതോ, നിങ്ങൾക്ക് വേണ്ടി മർദ്ദന തണ്ടന താടന പീഡനക്ക് പാത്രീഭവിച്ചതോ, അതിന് പകരം നിങ്ങൾ ഒരു പ്രത്യുപകാരവും എനിക്ക് തരണ്ട. എന്റെ കുട്ടികളെ ഒന്ന് സ്നേഹിച്ചാൽ മതിയേ എന്ന് പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹു തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവരുടെ നേതൃത്വം ഈ സംഘടനയിലുണ്ട് എന്നത് പ്രതീക്ഷക്ക് മാറ്റുകൂട്ടുന്നതാണ്. അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ. ഉമ്മമാരെ, ഞാൻ പറഞ്ഞു വന്നത് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹാ പാതിരാവിന്റെ ഉള്ളറയിൽ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. റബ്ബുൽ ആലമീനേ, ഞാൻ ഈ 100 റക്അത്ത് പാതിരാവിനെ പകലാക്കി നിസ്കരിച്ചതിന്റെ പേരിൽ അത് നിന്റെ ഹബീബായ എന്റെ ഷഫീആയ മുത്തലി മുഹമ്മദ് മുസ്തഫ. നിങ്ങള് സലാത്തില്ലേ? നിർത്തിയ സലാത്തിൽ അപ്പൊ നിർത്തും. ഞാൻ സലാത്തില്ലേ? മുഹമ്മദ് മുസ്തഫ തുമീ फर्श से अर्श तक जाने वाले, तुम्ही निअमते रब से दिलवाने वाले, मदीने का ज़ाहिर ज़ुरातो संभलना, सवारी से अपनी तो जिस धम निकलना, शर्त मौका है जाने वाले, तुम्ही फर्श से अर्श तक जाने वाले. ഈ തളിപ്പറമ്പിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ഒരുപാട് കൂട്ടാളികളുണ്ട്. പക്ഷെ ഞാൻ മറക്കാത്തൊരു പൊന്നുമോനുണ്ട്, പേര് മൻസൂർ എന്നാണ്. ഞങ്ങൾ തമ്മിലുള്ള ഹൃദയബന്ധത്തെ കോർത്ത് ദൃഢപ്പെടുത്തിയിട്ടുള്ള സ്വർണ്ണ നൂല് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഒരിക്കൽ ഇവിടെ എവിടെയോ വാതിന് വന്നപ്പോൾ സ്റ്റേഷനിൽ എന്നെ കൂട്ടാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരനാണ്. ഭയങ്കര മോഡലായിരുന്നു. പാന്റ് മോഡലാ, മുടി മോഡലാണ്, സംസാരം മോഡലാണ്. പക്ഷെ അന്ന് 2 മണിക്കൂർ റബീഉൽ അവ്വലായിരുന്നു. എന്റെ വിഷയം മുഹമ്മദ് മുസ്തഫ. ആ കുട്ടിക്ക് വല്ലാത്ത സന്തോഷമായി. ആ കുട്ടിയിൽ എന്തോ ഒരു അടിസ്ഥാന വേരുണ്ടായതിന്റെ പേരിൽ റസൂലുള്ളാനെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു. എനിക്ക് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് നിങ്ങളുടെ അരികിലേക്ക് വരണം. നാട്ടിൽ വന്നു. 2 ദിവസം എന്റെ കൂടെ താമസിച്ചു. പരിപാടികൾക്കൊക്കെ വന്നു. തിരിച്ച് ഈ തളിപ്പറമ്പിലേക്ക് തിരിച്ച് യാത്ര ചോദിച്ച് കൈപിടിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇനി ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്കൊന്ന് മദീനത്ത് എത്തണേ. ഞാൻ പറഞ്ഞു, പൊന്നുമോനെ, സ്വലാത്ത് അധികരിപ്പിച്ചോ. തളിപ്പറമ്പിൽ വന്നിട്ടാണ് അത് പറഞ്ഞു. തിരൂരുള്ളത് ഇവിടെ പറഞ്ഞ കളിയായിരിക്കും അത് വിട്ടതാണ് എന്ന് പറഞ്ഞു. കാരണം ഇപ്പോ വിടല് കുറച്ച് കൂടുതലുള്ള കാലം. അപ്പൊ ഐക്യങ്ങളാണ് ചേർത്തു. ഇത് ഞാൻ നാട്ടിൽ സംഭവിച്ചത് നാട്ടിൽ പറ ഷുക്കൂർ പൈസയോട് വെച്ച് ആ കുട്ടിനെ അറിയാം. അദ്ദേഹത്തിന്റെ ശിഷ്യനും കൂടിയാണ് മദ്രസയിൽ. ഞാനെന്തോ ഇത് പറയാൻ ഉദ്ദേശിച്ചല്ല, അറിയാതെ പൊട്ടിപ്പോയതാണ്. ഞാൻ സലാത്ത് കൊണ്ട് എന്തും സാധിക്കുന്നുള്ളതിന് തെളിവറിയാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, മോനെ, സ്വലാത്ത് അധികരിപ്പിച്ചോ എന്ന് പറഞ്ഞു.
അന്ന് മുതൽ അവൻ സ്വലാത്തിന്റെ വല്ലാത്ത കൂട്ടുകാരനായി, അതൊരു ഹോബിയായി, ഹരമായി, ഒരു വേള ലഹരിയായി. പിന്നെ അവന് ജോലി കിട്ടുന്ന എവിടെയെന്നറിയോ? മദീനത്തേക്ക്. ഇപ്പൊ അവളുള്ളത് മദീനത്തെ ഫാമിലി അവിടെ തന്നെ. സുബ്ഹാനല്ലാഹ്. ആശിച്ച പോലെ ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടൂല, ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടൂ എന്നുള്ളതാണ് ഇപ്പൊ എല്ലാരും പേടി. ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട് കഷ്ടപ്പെടാതിരിക്കാൻ കയ്യിൽ പിടിക്കേണ്ട സൂത്രവാക്യം മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി. എന്റെ മദഹിന്റെ എല്ലാ പ്രസംഗങ്ങളും ഞാൻ കെട്ടിവരിയുന്ന 2 വരി പാട്ട് ഈ കവിതയാണ്. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി. മൗലായ. ചൂടുണ്ട്, എനിക്കും ചൂടുണ്ട്. ഞാൻ ഫാനൊക്കെ വേണ്ടി ഓഫാക്കിയതാ, ഞാനൊരു തണുപ്പിൽ വേണ്ടാന്ന് വെച്ചിട്ട്. ഈ ചൂട് നാളത്തെ ചൂടിന് സലാമത്തിന് കാരണമാവട്ടെ. അതുകൊണ്ട് മൗലായ സ്വല്ലി അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. റാബിയത്തുൽ അദവിയ പാതിരാവിനെ പകലാക്കി 100 റക്അത്ത് നിസ്കരിച്ചാനന്തരം പടച്ചവനോട് ഹൃദയം തുറന്ന് നെഞ്ചു പൊട്ടി പറയുകയാണ്, അല്ലാഹ് ഈ 100 റക്അത്ത് നിസ്കരിച്ച അറാബിയ നാളെ പരകോട് ജനവിഭാഗം ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭം. ഒരു നൂലുകൊണ്ട് പോലും നാണം മറക്കാത്ത സന്ദർഭമാണ്. ആയിഷ ഉമ്മ ചോദിച്ചു, ചാരിത്ര വിശുദ്ധിയുടെ പ്രതീകമായ ആയിഷ ഉമ്മ ചോദിച്ചു, നബിയേ, ആരും നാണം മറക്കാതെ പരസ്പരം കൂടി നീങ്ങുമ്പോൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഔറത്ത് കാണുകയില്ലേ? ആയിഷ ബീവിന്റെ ഒരു സംശയം നോക്കാൻ നിങ്ങൾ. അത്ര വിശുദ്ധയായിരുന്നു. 18-ാം വയസ്സിൽ റസൂൽ അങ്ങോട്ട്, ഐഷാബിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് റസൂൽ വഫാത്താണ്. എന്നിട്ട് പിന്നെ നീണ്ട കാലം ആയിഷാബി ഒരു മനുഷ്യനെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാതെ ജീവിച്ചു. ഒരു അന്യ ആണിനെ അങ്ങോട്ട് നോക്കുകയോ ഒരു അന്യ ആണ് ഇങ്ങോട്ട് നോക്കുകയോ? നോ. സുബ്ഹാനമൻജല്ലാ. പക്ഷെ ഇന്ന് പെണ്ണുങ്ങളെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങൾ എങ്ങനെ വരുന്നത് കണ്ടാൽ ഇത് പെണ്ണാണോ അതോ പുലിയാണോ നരിയാണോ സംശയമാണ്. മുമ്പിലുള്ള ചെറുപ്പക്കാരൊക്കെ തട്ടിമാറ്റി. ഇനി ഉള്ളിലുള്ള ഒന്നും പുറത്തേക്ക് കാണിക്കാണ്ടാവില്ല. വസ്ത്രം ധരിച്ചാൽ തന്നെയും അങ്ങനെയാണ്. ചെറുപ്പക്കാരെ പോക കൂടി ഇങ്ങനെ. അവരെ തലമൊക്കെ നോക്കിയാ യൂറോപ്യൻ ക്ലോസറ്റ് കണ്ട മാതിരിയാ. യൂറോപ്യൻ ക്ലോസറ്റ് അങ്ങനെയാണ്. ഇവിടെ ഒരു തണ്ട് മേലെ ഇങ്ങനെ പറഞ്ഞിട്ടു. ഇനി പോയൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി. ഊരമൊക്കെ അങ്ങനെ നോക്കിയാ കുമ്പിട്ടാല് ഭണ്ഡാരം തുറന്ന മാതിരി. ഇനി ചില്ലറ പൈസ ഇട്ട് കൊടുത്താൽ മതി. പെണ്ണുങ്ങളെ പോക്കോ യാ റബ്ബ് വരുന്നത് കണ്ടാൽ പെണ്ണെ, പെണ്ണിന്റെ മുഴുവൻ സൗന്ദര്യവും നാണത്തിലാണ്. നാണമില്ലാത്ത പെണ്ണ് പെണ്ണല്ല, പുണ്ണാണ്, സമൂഹത്തിന്റെ പുണ്ണാണ്. മനസ്സിലാക്കിക്കോ. മിഅ്റാജിന്റെ രാത്രിയിൽ കുറെ പെണ്ണുങ്ങളെ മുസ്തഫ നബി കണ്ടപ്പോൾ ചിലരുടെയൊക്കെ മുടി പിടിച്ച് തൂക്കിയിട്ട് കരിക്കുകയാണ്. ചിലരുടെ മുടി പിടിച്ച് തൂക്കിയിട്ട് കരിക്കുകയാണ്. ആരാണ് ഈ പെണ്ണുങ്ങള്? അന്യ ആണുങ്ങളിലേക്ക് മുടി മറക്കാതെ വന്ന പെണ്ണുങ്ങളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചില പെണ്ണുങ്ങളുടെ നാവ് നീട്ടിയിട്ട് കത്തിക്കാളുന്ന നരകത്തിൽ വെച്ച് കരിക്കുകയാണ്. ഏതാണ് ഈ പെണ്ണുങ്ങളെന്നറിയോ? സ്വന്തം ഭർത്താവിനെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്ന പെണ്ണാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ സാധനം പുറത്തു കിടുമ്പോ നല്ലോണം ശ്രദ്ധിച്ചോളി. ഇതിമ്മക്കൂടിയാണ് കെലിമ വരാനുള്ളത്. നമ്മൾ പറയുമ്പോ നമുക്കറിയില്ല. പ്രത്യേകിച്ച് ആലിമീങ്ങൾ, പ്രത്യേകിച്ച് തങ്ങന്മാരൊക്കെ ഗീബത്ത് പറയാനേ പാടില്ല ആരും, പ്രത്യേകിച്ച് സയ്യിദന്മാരെ ആലിമീങ്ങൾ. അത് നഞ്ഞാണ്. ആ പോയസം ശരിക്കും അറിയില്ല എപ്പോഴാണെന്നറിയോ? അവസാന ശ്വാസം പോകുമ്പോഴാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
ഒന്നും കൂടി പറഞ്ഞേക്ക്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനിയും പറഞ്ഞോളി, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. നബിമാമിനെ ഒരു ആലിം ചീത്ത പറഞ്ഞു. അന്ന് വലിയ ആളാണ്. ഈ ചീത്ത പറഞ്ഞ ആലിമ് വലിയ ആളാണ്. ചീത്ത പറയാൻ കാരണം എന്താ അറിയോ? ഇമാം നബിക്ക് ചില വിഷയത്തിൽ ചില മസാലകളുണ്ട്, അതിസൂക്ഷ്മമായ ചില വിഷയത്തിൽ ഒറ്റപ്പെട്ട സൂക്ഷ്മതയുള്ള ചില വീക്ഷണങ്ങളുണ്ട്. ഉദാഹരണം, താടി മീശയില്ലാത്ത കുട്ടികളെ കാണൽ ഹറാമാണെന്നൊരു അഭിപ്രായം ഇമാം നബിക്കുണ്ട്. എന്നാൽ അത് മാനസിക ഇക്കിളിയോടുകൂടി കണ്ടാലേ ഹറാമുള്ളൂ എന്നതാണ് പ്രബല വീക്ഷണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിനൊരു ഇക്കിളി ഉണ്ടായിട്ട് കാണുന്നതാണ് കുഴപ്പമെന്നാണ്. പക്ഷെ നബിമാം പറഞ്ഞു പോയി അല്ലെങ്കിലും കാണണ്ടെന്ന് പറഞ്ഞു. ഇതിന് അന്നത്തെ ഒരു ആലിം അതിശക്തമായിട്ട് വിമർശിച്ചു. വലിയ ആളാണ്. ഹദീസുകളൊക്കെ മനപ്പാടാക്കി സനത് സമയം സനതോടുകൂടി ഇരുന്ന ഇരിപ്പിൽ ഒറ്റ പറച്ചിൽ പറഞ്ഞ ആളാണ്. പക്ഷേ നബിമാമിനെതിരെ നാവ് ഓങ്ങി അവരൊറ്റ കാരണത്താൽ അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് പ്രയാസപ്പെട്ടു. മാത്രല്ല, വഫാത്തായ ആ മഹാനായ പണ്ഡിതന്റെ, ചെറിയ ആളല്ല വലിയ ആളാണ്, ആ പണ്ഡിതന്റെ മയ്യത്ത് ജനങ്ങളൊക്കെ കുളിപ്പിച്ചുകൊണ്ട് കഫൻ ചെയ്യാൻ പുറത്തെടുത്തപ്പോൾ കഫൻ ചെയ്യുന്ന സമയത്ത് നീണ്ട പൂച്ചയെ പോലെയുള്ള ഒരു മൃഗം എവിടെ നിന്നോ ഓടി വരികയാണ്. എന്നിട്ട് ഈ ആലിമായ മയ്യത്തിന്റെ വായ ആ മൃഗത്തിന്റെ നഖം കൊണ്ട് പിളർത്തിയിട്ട് ആ നാവങ്ങ് കടിച്ചെടുത്ത് മുറിച്ചെടുത്ത് ഈ പൂച്ച അങ്ങ് ഓടുകയാ. ഈ ആലിമ ഖബറിൽ പോയി കിടന്നത് നാവില്ലാതെയാണ്. കാരണം നബവി ഇമാമിനെ ഗീബത്ത് പറഞ്ഞതാ. മറക്കണ്ട, ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പണ്ഡിതൻ പറയുന്നത്, എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമയ്ക്ക് എന്തോ ഒരു ചർച്ചയിൽ പിടിക്കാത്ത കാരണത്താൽ ശുണ്ടി കയറിയിട്ട് ഒരു ധനാഢ്യൻ, അഹങ്കാരിയായ ധനാഢ്യൻ ശംസുൽ ഉലമയെ വിളിച്ചു, നായന്റെ മോനെ. എന്നോടൊരു ഉസ്താദ് പറഞ്ഞതാണ്, ഞാൻ വായിച്ചതല്ല. പിന്നെ ഇദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൽക്കീം ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലുന്നില്ല. മുന്നിലുള്ള മുഴുവൻ ആളുകൾ കേൾക്കുമാറി മനുഷ്യൻ പറഞ്ഞത് നായന്റെ മോനെ, നായന്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് മരിച്ചു. ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും ഇറച്ചി തിന്നുമ്പോൾ ശ്രദ്ധിക്കണേ, ഒരു മുസ്ലിമിനെയും ഗീബത്ത് പറയല്ലേ. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി നബിയുനാ റസൂലുള്ളാഹി. ഉമ്മമാരെ, ദ്വീപിൽ മഹാനായ ഖാസിം വലിയുള്ളാഹി എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. 4 ദിവസം മുമ്പ് ദ്വീപിൽ അവരുടെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വല്ലാത്ത മഹാനാണ്. ദ്വീപുകാർക്ക് തൗഹീദിന്റെ വെള്ളി വെളിച്ചം വിതുറുന്നതില്, പ്രഥമ സ്ഥാനീയനായ അവരെ പ്രബോധിപ്പിക്കുന്നതില് വിജയിച്ച മഹാനായ ഖാസിം വലിയുള്ളാഹി. അവർ ഒരു ലഹരിയുമായി ബന്ധപ്പെടൂല. ഇനി ലഹരി ഇല്ലെങ്കിൽ തന്നെ അവര് ഇതാ നമ്മുടെ ബീഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, പുകവലിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലയും മണക്കാത്ത ആളാണ്. അതിന് കാരണം അവര് തീരെ പുകവലിക്കൂല എന്ന് മാത്രമല്ല, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇലയും പോലും മണക്കൂല. അതിന് കാരണം എന്താ അറിയോ? അവർ കാട്ടിൽ പാർത്തിന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് അവരുടെ ഭക്ഷണം കാട്ടിലെ ഇലകളായിരുന്നു. ഒരിക്കൽ ആ ഇലകളുടെ കൂട്ടത്തിൽ തേയില കഷ്ണം പെട്ടു. തേയില കഷ്ണം പെട്ട കാരണത്താൽ അന്ന് രാത്രിയിൽ കാട്ടിൽ ഇറങ്ങിയിട്ടുള്ള ആ മഹാന് തഹജ്ജുദ് നഷ്ടപ്പെട്ടു. സുബഹി നഷ്ടപ്പെട്ടില്ല, തഹജ്ജുദ്. അക്കാരണത്താൽ തീരുമാനിച്ചു ഇനി ഇത് മണക്കുക പോലും ഇല്ലാതെ. പിന്നെ അതിന്റെ ഇല ഭയങ്കര ദേശീയായി. ഇന്നും പറയപ്പെടുന്നു, അവരെ കബറുകൾ പോയിട്ട് അഹങ്കാരത്തോടെ ആരെങ്കിലും പുക വലിച്ചാൽ അവൻ ബോധം കെട്ട് വീഴുമെന്ന് ദ്വീപുകാര് പറയുന്നു. ഞാനാ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. ഈ മാങ്കാരി ഇസ്ലാംകാരൊന്നല്ല, ദ്വീപുകാര് പറയും. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാത്തല്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. അവരുമായി ബന്ധപ്പെട്ട ഒരാള് ഒരിക്കൽ പുക വലിച്ചിട്ട് അവരെ മുമ്പ് കൊന്നു. അപ്പൊ അവര് പറഞ്ഞു, ഈ പുക വലിച്ചില്ലേന്ന് വെച്ചു. ഇല്ല എന്ന് പറഞ്ഞു, കള്ളം പറഞ്ഞു. നമുക്ക് കള്ളം പറഞ്ഞതിന് എന്തെങ്കിലും ഒരു അഡ്രസ്
ഒരു അഡ്രസ്സും ഇല്ല. പിരിവിന് വരികയാണ് കാര്യം ഉസ്താദും സെക്രട്ടറി ഒക്കെ കൂടി അവള് പൊളിച്ചിട്ട് അപ്പൊ കാണാ റൂമിൽ പോയിട്ട് കട്ടിന്റെ അടിയിൽ കൂന്നിട്ട് മോനോട് പറയും ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാളെ. മൂപ്പര് കളവ് പറഞ്ഞെന്ന് മാത്രല്ല മോനെ കളവ് പറയാൻ പ്രേരിപ്പിക്കും ചെയ്തു. ഇരട്ട ശിക്ഷ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ കുട്ടിയതാ മഹാനായ ഖാസിം വലിയുള്ളാഹിയുടെ മുമ്പിൽ പറഞ്ഞു, ഉസ്താദേ ഞാൻ വലിച്ചിട്ടില്ല. പിന്നെയും ചോദിച്ചു, നീ വലിച്ചിട്ടില്ല? ഇല്ല. ഈ കുട്ടിന്റെ നാവ് 3 ഇതളുകളായി പുറത്തങ്ങോട്ട് ചാടി ഇത്ര നീളത്തിൽ. അപ്പൊ അതിനൊക്കെ പറ്റും. ഇത്ര നീളത്തിൽ പുറത്തേടി. വാപ്പ കരഞ്ഞു, ഉമ്മ കരഞ്ഞു. ഈ സാധനം നല്ലോ നീളും. ആഹാ, എന്നോട് ഒരിക്കലും കാതറാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എനിക്ക് പരിചയമുള്ള ആളാ. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ നാവൊക്കെ എത്ര നീളുന്ന് ഞാൻ നേരിട്ട് കണ്ടു. ഒരു ചെറുപ്പക്കാരൻ മരിക്കണ സമയത്ത് അറ്റാക്ക് കുടിച്ചിട്ട് മരിക്കണ, കാലും കൈയിട്ടടിച്ചിട്ട് നാവ് കണ്ട് പുറത്തേടി ഇത്ര വലിപ്പുണ്ടായിരുന്നു. അത് ചാടണമെങ്കിൽ ചാടും മക്കളെ. അല്ലാഹു നമ്മുടെ നാവൊക്കൊന്ന് ഒതുക്കി തരട്ടെ. അതിന് നമ്മുടെ നാവ് നാമായിട്ടൊന്നൊതുക്കണേ. ഇത് സ്വലാത്ത് ചൊല്ലാനുള്ളതാണ്, ഇത് ദിക്ർ ചൊല്ലാനുള്ളതാണ്, ഇത് ഖുർആൻ ഓതാനുള്ളതാണ്, ഇത് അംറു ബിൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകറിനുള്ളതാണ്. ഇത് കദിബിനോ ഗീബത്തിനോ ഉള്ളതല്ല, ഇത് അസഭ്യം പറയാനുള്ളതല്ല. ചില പെങ്ങന്മാരുടെ നാവ് പിടിച്ചു നീട്ടുകയാണ്. കാരണം ഈ പെണ്ണ് ആരാന്നറിയോ? ഭർത്താവിനെതിരെ നാവ് കൊണ്ട് അപമര്യാദയായ വാക്കുകൾ ഓങ്ങിയ തൊടുത്തുവിട്ട പെണ്ണാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. കഷ്ടപ്പെടുന്ന ഭർത്താവ് 30 കൊല്ലം അബൂദാബിയിലാണ്, 35 കൊല്ലം കുവൈറ്റിലാണ്. ഇപ്പോൾ അസുഖമായി പണിക്ക് പോകുമ്പോൾ തലകറങ്ങുകയാണ്. തിരിച്ച് നാട്ടിൽ വന്നതാണ്. അപ്പോൾ അബൂദാബിയിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒമാനിലും ഖത്തറിലും ഒക്കെ പണിയെടുക്കുമ്പോൾ സുഖസുന്ദരമായി പണം അഴിച്ചു കൊടുത്തുകൊണ്ട് നന്നായി വെരി ഹാപ്പി ലൈഫ് അനുഭവിച്ച ഭാര്യയാണ്. സുഖമില്ലാതെ തിരിച്ചു വരുന്ന ഭർത്താവിനെ നോക്കി ഇങ്ങനെ പൊരയിലിരുന്നാൽ ആരാണ് മുണങ്ങാൻ കൊണ്ടുവരാ എന്ന് ചോദിച്ചുകൊണ്ട് കട്ടപ്പെട്ട് ദുഃഖിക്കുന്ന തപിക്കുന്ന ഹൃദയമുള്ള ഭർത്താവിന്റെ തലകത്തുന്ന വർത്തമാനം പറഞ്ഞ് ഭർത്താവിനെ ദുഃഖഭരിതരാക്കുന്ന പെണ്ണേ, ഈ നാവ് പിടിച്ച് തൂക്കിയിട്ട് നാളെ കത്തിക്കാളുന്ന നരകത്തിൽ കരിക്കപ്പെടുമേ. പറഞ്ഞത് ഞാനല്ല, നബിയുനാ റസൂലുള്ളാഹി. അന്നബിയ ഹാദിറു കലമു ഇൽമൽ യഖീൻ അന്ന റബ്ബൽ ആലമീൻ ഫറള സല്ല അലൈഹി അന്ന റബ്ബൽ ആലമീൻ ഫറള സല്ല അലൈഹി. Allah 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 നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് കളവ് പറയരുത്. ഈ വേദിയിൽ വന്ന് പോകുമ്പോൾ ഞാൻ കൃതാർത്ഥനാണ്. ഞാൻ അഭിമാനത്തോടെ ഓർക്കുകയാണ്, ജ്യേഷ്ഠനും അനുജനുമായ 2 കൊച്ചുമക്കൾക്ക് ഈ പാവപ്പെട്ടവന്റെ കയ്യാൽ ഒരു അനുമോദനത്തിന്റെ സാധനം കൈമാറി. ഞാൻ ചോദിച്ചു, ഇത് എന്തിനാണ്? വളരെ വലിയ ഒരു തുക കളഞ്ഞു കിട്ടിയപ്പോൾ അതിന്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുത്ത വിശ്വസ്തതയുടെ പേരിലാണ്. പൊന്നുമക്കളെ, 40 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ നിസ്കാരം പറഞ്ഞില്ല, നോമ്പ് പറഞ്ഞില്ല, ഞാൻ റസൂലാണ് എന്നും പറഞ്ഞില്ല. 40 കൊല്ലം റസൂലുള്ള തെളിയിച്ചത് അന അമീൻ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള വിശ്വസ്തതയുടെ സത്യസന്ധമായ പവിത്ര ജീവിതത്തിന്റെ ചിട്ടയൊത്ത വടിവൊത്ത സംസ്കാരത്തെ കെട്ടിപ്പടുത്തു. ലോകത്തിന്റെ അമ്പിളിയെ, ഹൃദയങ്ങളുടെ താമരപ്പൂവേ, തൗഹീദിന്റെ അർത്ഥസാരമേ, അന്തസത്തേ, അല്ലാഹുവിന്റെ മുത്തേ, ലോകത്തിന്റെ സത്തേ, കടലിലും കരയിലും മണ്ണിലും മിണ്ണിലും ഇഹത്തിലും പരത്തിലും പ്രതാപമേ, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു
ഫർദുൻ അലൽ ഉമമി മൗലായ. ഉമ്മാന്റെ വളമുറിച്ചുകൊണ്ട് കഞ്ചാവ് വലിക്കുന്ന 12കാരൻ പേപ്പറിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ കാലത്ത് പെങ്ങൾ കുളിക്കുന്ന സ്ഥലത്ത് ഒളിക്യാമറ വെച്ചുകൊണ്ട് പെങ്ങളുടെ മോശപ്പെട്ട ഭാഗങ്ങൾ, അശ്ലീലതകള്, പെങ്ങളുടെ ഔറത്തിന്റെ നഗ്നമായ ഭാഗങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ട് സെക്സ് റാക്കറ്റിന് വിറ്റുകൊണ്ട് അവരെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണം കൊണ്ട് കഞ്ചാവ് വലിച്ച് മൂക്കിലൂടെ പുകവിട്ട് നടക്കുന്ന, കാലിന്റെ ചുവപ്പ് മാറാത്ത പിച്ച വെച്ച് വളരുന്ന കൊച്ചുമക്കളാൽ മഹല്ലുകൾ മലീമസമാകുമ്പോൾ ഈ 2 കുട്ടികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നീ നന്നാക്കണേ തമ്പുരാനെ. ബിന്നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉമ്മമാരെ, പെങ്ങന്മാരെ, മക്കളെ, നമ്മുടെയൊക്കെ ഈ സംഗമത്തിന്റെയും സംസാരത്തിന്റെയും സംരംഭത്തിന്റെയും സംഭാവനയുടെയും സന്തോഷത്തിന്റെയും എല്ലാം ആത്യന്തികമായ ലക്ഷ്യം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. നബിയുനാ റസൂലുള്ളാഹി ഒരു 3 സ്വലാത്ത് ഉറക്കെ ചൊല്ലുമോ? സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. പടച്ചവനെ, മുഹമ്മദീയ മഹബത്തിന്റെ പരിമളം തൂകുന്ന വിശുദ്ധമായ ഈ സ്വർഗീയ ഭൂമികയിൽ പങ്കെടുത്ത ഞങ്ങളെ എല്ലാവരെയും നിന്റെ മഹളായ ഫദ്ല് കൊണ്ട്, നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, അംബിയാ മുർസലീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ അസ്ഹാബിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടവരും അല്ലാത്തവരുമായ ഹവാസിന്റെ, അതിൽ ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ പുണ്യം കൊണ്ട് റബ്ബേ, ഞങ്ങൾ ഇക്കാലം അത്രയും ചെറുതും വലുതും രഹസ്യ പരസ്യമായി ചെയ്തു കൂട്ടിയിട്ടുള്ള സമസ്ത തെറ്റ് കൂമ്പാരങ്ങളുടെ ഹിമാലയവും ഈ സദസ്സിൽ വെച്ച് നീ തകർക്കണേ അല്ലാഹ്, തരിപ്പണമാക്കണേ അല്ലാഹ്. തെറ്റുകൾ സൃഷ്ടിച്ച ഹൃദയത്തിന്റെ കറുത്ത പാടുകളും പുള്ളികളും മുഖല്ലിബുൽ ഖുലൂബേ നീ ഒന്ന് കഴുകി വൃത്തിയാക്കണേ അല്ലാഹ്. ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, റിയായിൽ നിന്ന്, വിദ്അത്തിൽ നിന്ന്, വലാലത്തിൽ നിന്ന്, കിബ്റിൽ നിന്ന്, ഹസദിൽ നിന്ന്, ഹിർസിൽ നിന്ന്, ഉജ്ബിൽ നിന്ന്, അദാവത്തിൽ നിന്ന്, ശഹവത്തിൽ നിന്ന്, ഖവാത്തിറിൽ നിന്ന്, വസ്വാസുകളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. അറ്റാക്ക്, ക്യാൻസർ, വന്നിപ്പനി, പക്ഷിപ്പനി, ഡെങ്കിപ്പനി, എലിക്കപ്പനി, തക്കാളിപ്പനി, നിപ വൈറസ് ഞങ്ങളുടെ ശരീരത്തിൽ നീ നൽകി പരീക്ഷിക്കല്ല അല്ലാഹ്. കടത്തിൽ കൊടുക്കല്ല അല്ലാഹ്, ശത്രുക്കളാൽ ഇളിപ്പരാക്കല്ലേ അല്ലാഹ്. നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം ഒരു പ്രണയത്തിന്റെ യാത്ര നടത്തുകയാണ് മദീനയിലേക്ക്. നിങ്ങളൊപ്പം വരൂലേ? ഒരു സ്നേഹത്തിന്റെ യാത്ര നടത്തണം മദീനത്തേക്ക്. വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കും. മത് തന്ന എന്റെ പ്രസംഗം അങ്ങനെയാണ്. പത്രക്കട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളും അല്ലാതെ മത് തന്ന പിന്നെ മദഹിന്റെ ഒരു ലയായിരിക്കും. അതിന്റെ ഒരു സ്വഭാവമാണ്. അതാണ് പ്രതീക്ഷ. അതാണ് പ്രതീക്ഷ. നമ്മുടെ പ്രതീക്ഷ ഈ ഇഷ്കിന്റെ മിസ്ക് കുടിക്കലാണ്, ഈ മിസ്ക് ആസ്വദിക്കലാണ്, ഈ വീഞ്ഞ് കുടിക്കണം, ഈ മുന്തിരിച്ചാറ് വിഴുങ്ങണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബീഉൽ 12 ആയപ്പോഴേക്ക് ജാസ്മിൻ പൂ മണക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ ഇടക്ക് ബക്കറ്റ് വരണുണ്ട്. അത് നല്ലൊന്ന് കണ്ടറിയണത് നല്ലതാണ്. വേണ്ട റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന വലിയ സംഖ്യ എല്ലാവരും ഇട്ട് കൊടുക്കി, ചെറുതാക്കണ്ട. ബിസ്മില്ലാ. വലിയ സംഖ്യ അത് നല്ലതാണ്. നല്ല നിയ്യത്ത് വെച്ചോളി. നമ്മളെ സ്റ്റേഷന്റെ കുട്ടികളാണ്. അല്ലാഹു തആല അവർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യും. ഈ കുട്ടിയാണ് എന്നെ സ്റ്റേഷനിൽ ഒന്ന് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്പീഡാണെന്ന് അറിയാം. അപ്പൊ ആയിക്കോട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചാലേ പറയുള്ളൂ. വോയിസ് വളരെ പ്രധാനമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ വാതിലടക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധ വരുമ്പോ എന്റെ ഡോർ ഞാൻ തുറക്കും. ഇപ്പൊ നിങ്ങൾ എന്താ, നിങ്ങളെ അവസ്ഥ എന്താ? നിങ്ങളെ അവസ്ഥ എന്താ? ഇവിടെ ഇരിക്കലും ചോറ്റും പാത്രത്തൊക്കെ കൽപ്പുണോ?
കസാരയിൽ ഇരിക്കാന്നിട്ട് ഷവർമയും ഓർക്കുക, തന്തൂരിമൊക്കെ പോവുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഞാൻ പറയുന്ന വിഷയത്തിൽ തലയും കൽബും തന്ന ബാക്കി ഞാൻ തുടരാം. റെഡി അല്ലേ? അറ്റൻഷൻ, കൽബുകൊണ്ടുള്ള അറ്റൻഷൻ, ശരീരം കൊണ്ടല്ല. ശരീരത്തിന്റെ കുലുക്കം കൂടി കൽബ് ഉറങ്ങിക്കെടുക്കാണ്. ഇപ്പൊ അതാണ് ശരീരത്തിന്റെ ചാട്ടം, കൽബിന്റെ ഉറക്കം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ മുസീബത്ത്. ശരീരം നന്നായിട്ട് ഇളകുന്നു, പക്ഷെ കൽബിന് ഒരൽക്കില്ല. സൽസലത്ത് വേണ്ടത് കൽബിലാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒരു ഖുർആനിന്റെ ആയത്ത് കേട്ടുകൊണ്ട് ഹൃദയം തകർന്ന് മരിച്ചുപോയവരുണ്ട്, അറിയുമോ? ഖുർആന്റെ ആയത്ത് കേട്ട് ഹൃദയം തകർന്ന് മരിച്ചുപോയവരുണ്ട്. സ്വഹാബാക്കളിലുണ്ട്, ഔലിയാക്കളിലുണ്ട്, ആണുങ്ങളിലുണ്ട്, പെണ്ണുങ്ങളിലുണ്ട്. മൈമൂന ബി വഫാത്തായത് ഖുർആന്റെ ആയത്ത് കേട്ട് ഹൃദയം തകർന്നുകൊണ്ടാണ്. അങ്ങനെയുണ്ട്. നമുക്കിന്ന് ഹൃദയത്തിനൊരു കുലുക്കമില്ല. കുലുങ്ങാണെങ്കിൽ മേനി കുലുങ്ങും. സുബ്ഹാനല്ലാഹ്, മേനി കുലുക്കി നടക്കാതെ ഹൃദയം കുലുക്കുമോ? അള്ളാനോർത്ത് കുലുങ്ങുകയും അടങ്ങുകയും വേണം, കുലുങ്ങുകയും വേണം. രണ്ടിനും മാധ്യമം അള്ളയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അതും അള്ളയാണ്. ശാന്തായി നീ കുലുങ്ങുമ്പോഴും അല്ലാ അല്ല അറിയണേ. ബിദിക്രില്ല, അള്ളാനെ ഓർത്താലേ ഹൃദയം അടങ്ങുള്ളൂ. ഹൃദയം സമുദ്രത്തിലെ കപ്പൽ പോലെയാണ്. അങ്ങനെ ആടി ഉലയും നങ്കൂരട്ട അങ്ങോട്ട് നിൽക്കും. ഹൃദയത്തെ നങ്കൂരമിടുന്ന കയറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇതിങ്ങനെ ചൊല്ലി 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 അവസാനം ദീന് ഒന്ന് മരിക്കണ സമയത്ത് അള്ള കൽബിലുണ്ട് ഇട്ടെന്നിട്ട് തൊണ്ടയിൽ കൂടെ കണ്ട് വന്നിട്ട് I love you Allah. അങ്ങനെ ഒരു സമത്വം ആരും ഉണ്ടാക്കണ്ട. ഞാൻ ചോദിക്കട്ടെ ഒരിക്കൽ മദീനയിൽ മിമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇനി മഹർ എല്ലാവരും കുറച്ചോളൂ. കാരണം മഹറിന്റെ ഒരു ചർച്ചാ വിഷയമായി. നമ്മുടെ നാട്ടിലുള്ളതുപോലെ പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില നാട്ടിൽ സ്ത്രീധനം എന്ന പേരിൽ ആണുങ്ങൾ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങുകയാണ്. വളരെ ഹീനമായ പണമാണ്. എന്നാൽ ഇന്നും അറബ് നാട്ടിലുള്ളത് ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് പെണ്ണുങ്ങൾക്ക് പണം കൊടുക്കലാണ്. അത് വല്ലാതെ കൂടിയപ്പോൾ ആണുങ്ങളുടെ ഇടയിൽ മുറുമുറുപ്പായി. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഇനി മഹർ നിങ്ങൾ കുറച്ചോളൂ, കുറച്ചു കൊടുത്താൽ മതി. ആരാണ് പറഞ്ഞത്? ആരടാ എന്ന് എവിടെ വെച്ച് ചോദിച്ചാലും ഞാനടാ എന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് പറഞ്ഞ് ആരുടെയും മുഖം നോക്കാതെ ചെസ്റ്റ് വിടർത്തി മുഖം നിവർത്തി ആരുടെ മുമ്പിലും ചൂളാതെ ഉശരോടുകൂടി ശൂരതയോടെ വില്ലാളി വീരനായി വളരെ ഗർജനം നടത്തിയിരുന്ന വില്ലാളി വീര രണകേസരി പുലിക്കുട്ടി ഉമർ ഇബ്നുൽ ഖത്താബ്
പക്ഷേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വാസത്തോടുകൂടി. പിന്നെ ഖലീഫായപ്പോ എല്ലാരും കൂടി വിളിക്കാൻ തുടങ്ങി, യാ അമീറുൽ മുഅ്മിനീൻ. അപ്പൊ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ആണെങ്കിൽ ഞാൻ സയ്യിദല്ലേ, സയ്യിദാണെങ്കിൽ നിങ്ങളുടെ പാദസേവ ചെയ്യുന്ന പരിചാരകനാണ്, സയ്യിദുൽ ഖൗമി ഖാദിമുഹും. സുബ്ഹാനല്ലാഹ്. അവകാശവാദം പറയല്ല, നടത്തി കാണിച്ചു കൊടുത്തു. ഒരിക്കൽ തന്റെ നാട്ടിലൂടെ കുറച്ച് യാത്രക്കാര് കടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പാതിരാവാൻ അവരെല്ലാവരും രാത്രിയായപ്പോൾ ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി തമ്പ് കെട്ടിയിട്ട് കിടക്കുകയാണ്. ഇത് ദൂരെ നിന്ന് കണ്ടു ഉമർ ഇബ്നുൽ ഖത്താബ്. പാതിരാവിന്റെ ഉള്ളറയിൽ നിശയുടെ നിശബ്ദതയിൽ ഭരണീയരിൽ ആരെങ്കിലും കട്ടപ്പെടുന്നു എന്നറിയാൻ തീഷ്ണമായ ഉഷ്ണവും ശക്തമായ ശൈത്യവും അവഗണിച്ചുകൊണ്ട് പരുക്കൻ കുപ്പായമിട്ട് മദീനയുടെ ഓരങ്ങളിലൂടെ കറങ്ങിയിരുന്ന ഒരാളെ കേൾക്കണോ? ഉമർ ഇബ്നുൽ ഖത്താബ്. മക്ക കണ്ട അറിയപ്പെട്ട റൗഡിയായിരുന്നു. മക്കയിലെ റൗഡികളുടെ ഹെഡായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. അടിക്കാര നേതാവായിരുന്നു, ഗുസ്തിക്കാര തറവാട്ട് മൂപ്പനായിരുന്നു, കൊമ്പൻ മീശ തറവാടിത്വത്തിന്റെ മേലാളനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പിന്നീട് ആരായി മാറി? കാരണം മുഹമ്മദീയ മഹബ്ബത്തിന്റെ എസൻസ് കുടിച്ചു. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ. നമ്മുടെ തൊണ്ടക്കും നമ്മുടെ ശ്വാസത്തിനും നമ്മുടെ ആത്മാവിനും നമ്മുടെ നാടിമിടിപ്പിനും ഒരു ജീവുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ എന്ന റിസാലത്തിന്റെ ഓർമ്മയാണ്. അല്ലാഹുവേ, ആ പേരിൽ ഞങ്ങളെ ഹൃദയം നീ ലയിപ്പിക്കണേ അല്ലാഹ്. തന്റെ നാട്ടിലൂടെ കടന്നു പോകുന്ന ഒരു യാത്രാ സംഘം ടെന്റ് കെട്ടിയിട്ട് അതിൽ താമസിക്കുമ്പോൾ പാതിരാവിന്റെ ഉള്ളറയിൽ ആരും അറിയാതെ ആ യാത്രാ സംഘത്തിന്റെ ടെന്റിന്റെ ബാക്കില് സുബ്ഹി വരെ കാവൽ നിന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇതേ മനുഷ്യനല്ലയോ പാതിരാവിൽ തൊൽഹ. ഞാനിപ്പോ ഈ വയലൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലൊരു പെണ്ണ്, ഭർത്താവ് ഗൾഫിലുള്ള ഒരു പെണ്ണ് മാത്രമുള്ള പൊരയ്ക്ക് എന്റെ ട്രെയിൻ ഏതായാലും 12:02 അപ്പങ്ങൾ പോയി എന്നുള്ള ക്യാപ്പിൽ 11:45 അങ്ങോട്ടൊന്നാണ് കയറിയ. നാളെ എനിക്ക് വയലിനാൻ പറ്റുമോ? അല്ലാഹ് ആക്കട്ടെ. ഇല്ലല്ലോ. പക്ഷെ ഇതങ്ങനല്ല കേട്ടോ, ഇതങ്ങനല്ല, തെറ്റിദ്ധരിക്കണ്ട. പ്രഥമ കാഴ്ചയിൽ ഒരു പെണ്ണ് മാത്രമുള്ള വീട്ടിലേക്ക് ഭർത്താവ് പാതിരാവിൽ കയറി പോവാണ്. കൊല്ലത്തിന് ഉറക്കം കിട്ടില്ല. എന്തായിരിക്കും അങ്ങനെ ഉണ്ടല്ലോ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. അപ്പൊ വലിയ തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാവില്ല. എന്നാലുണ്ടല്ലോ ഒരു ധാരണ അല്ലെങ്കിലും തോന്നലുണ്ട് എന്ന് അറിഞ്ഞില്ല. അങ്ങനെ പാട്ട് പുനത്തോദന കുറെ ഉസ്താമാരാ ഞങ്ങളെ നാട്ടിലുള്ളത്. നമുക്ക് ഓലെ തുടരാൻ പറ്റുമെന്ന് വെച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, വേറെ പള്ളി ഉണ്ടാക്കിയിട്ട് തുടരാതെ നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ തോതാതെ മുണ്ടാതെ നിൽക്കണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഓതിയാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. എങ്ങനെ തോന്നുമ്പോ ഓതാതെ നിക്കണം എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ഓതിയാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അത് മനസ്സിലാണ്, തോന്നണില്ല, തോന്നണേ മനസ്സിലാകണില്ല. അതാണ് മഹാന്മാരേറ്റ് കളിച്ചാലുള്ള കുഴപ്പം. അതാണ് തോന്നണേ മനസ്സിലാവില്ല, മനസ്സിലാണ് തോന്നുന്നില്ല. അങ്ങനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതേ മനുഷ്യൻ തന്നോട് നരകത്ത് പോകുന്ന ആകെ കൊടുങ്ങു. അപ്പൊ പറഞ്ഞു, തീറ്റ രണ്ടായിട്ടുണ്ട്. അവങ്ങളായിരിക്കും ഒരൈറ്റം തൊള്ളയെ കൂടി മറ്റേ മൂക്കു കൂടിയാണെന്ന്. അതല്ല, രണ്ടും തൊള്ളയെ കൂടി തന്നെയാണ്, പക്ഷെ രണ്ടായിട്ടാണ്. അപ്പൊ ആൾക്കാർ വെച്ചാൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്ന് വിശപ്പടക്കാൻ വേണ്ടി തിന്ന, അതിനൊരു കുഴപ്പമില്ല. രണ്ടാമത്തത് ഇത് തിന്ന അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാവുന്ന വിശ്വസിച്ചുകൊണ്ട് തിന്ന, അത് വലാലത്താണ്. പടച്ചോൻ കാക്കട്ടെ. എങ്ങനെ വിശപ്പടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തന്നെ കളിയൊക്കെയാണ്. നാളെ ഒരാൾ പ്രസംഗിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ കഴിക്കലാണ്. മൗലൂദ് കഴിക്കുക, റാത്തീബ് കഴിക്കുക, കുത്ബൈത്ത് കഴിക്കുക. അപ്പൊ കഴിക്കുക എന്ന് പറഞ്ഞ പാക പ്രശ്നം. എന്നാ പിന്നെ മാർക്കം കഴിക്കുക എന്ന് പറയലുണ്ടല്ലോ, അതിന്റെ അർത്ഥം ബാക്കിയുള്ള അമുക്ക കഴിക്കുക എന്ന് പറഞ്ഞ പൊക്കായോ? ഞങ്ങള് അവിടെയൊക്കെ സാധാരണ ഇവിടെ അങ്ങനെ തന്നെ മാർക്കം കഴിക്കാന്നല്ല. മാർക്കം അതിന്റെ അർത്ഥം എന്താ? ഡോക്ടർ മുറിച്ചിട്ട് ബാക്കി അമുക്ക.
അതൊരു പ്രയോഗല്ലേ, അതിനിപ്പോ നമുക്ക് കൂടേണ്ട കാര്യമുണ്ടോ? ഒക്കെ വലിയ ആനക്കാരും പോലെ ഇങ്ങനെ കളിയാക്കി പറയാണ്. ഇവര് കരുതിക്കുന്നതിനൊന്നും ഇപ്പൊ നമുക്ക് മറുപടി ഇല്ല. ഇതിന്റെ മേലെ മറുപടി തലയിൽ വെച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഒരുങ്ങിക്കുന്നത്. അറിയങ്ങള് എന്തെങ്കിലും പറഞ്ഞിട്ട് ഫയറ് മുടക്കാം. നാളെ ഒരാൾ എന്നോട് വിളിച്ച് ചോദിക്കുകയാണ്, ഉസ്താദെ നബിദിനൊക്കെ നടത്തിക്കോളി, ഒക്കെ ശരിയാണ്, പക്ഷേ തിങ്കളാഴ്ച അല്ലേ കൂടെ റബീഉൽ 12 നടത്തല് പലരും. ആ തിങ്കളാഴ്ച ഭക്ഷണം വിളമ്പി കൊടുക്കല്ലേ, തിങ്കളാഴ്ച നോമ്പ് സുന്നത്തല്ലേ, അപ്പൊ ജനങ്ങൾ സുന്നത്ത് നോമ്പ് ഫസാദാക്കില്ല നിങ്ങള്. എങ്ങനെയുണ്ട് ചോദ്യം? അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ചങ്ങായി ഈ ഒറയിലാക്കി തരുന്ന അപ്പൊ തന്നെ നക്കാൻ ആരെ പറഞ്ഞേ? മദ്രസയിൽ നിന്ന് ഒറയിലാക്കി തരല്ലേ, അത് അപ്പൊ തന്നെ സാപ്പിടാൻ ആരെ പറഞ്ഞേ? നോമ്പുള്ളവർക്ക് പരയെ കൊണ്ടെടുത്തിട്ട് ഇപ്പൊ ഫ്രിഡ്ജൊക്കെ ഉള്ള സൗകര്യമുള്ള കാലല്ലേ, വൈകുന്നേരം നിന്നാ പോരത് അറിഞ്ഞപ്പോ ഞാനെങ്ങനെ മറുപടി വളർത്തല്ല. എന്തെങ്കിലും പറഞ്ഞ് ഹൈറ് മുടക്കുക, അങ്ങനെ ഒരു കൗമ്. അത് ആരാന്ന് ഞാൻ പറഞ്ഞില്ല. അവരാവുന്നതിനെ തൊട്ടും അവരുടെ ഷെറ് യേശുന്നതിനെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബിന്നബിയിൽ മുസ്തഫ ബിന്നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഗണ്ണന പ്രഭാഷകനല്ല, വിമർശകനല്ല. ഞാൻ എന്റെ ഹബീബിന്റെ സുഹൃതങ്ങളെ കരിവാരിത്തേക്കുന്നവരോട് എന്റെ സങ്കടം എന്റെ ശൈലിയിൽ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. തൊല്ലത്തിങ്ങനെ എണ്ണിച്ചു എന്താ പാതിരാവിലെ ഉമറിൽ കയറിക്കുന്നത്? നിർത്തേ, കുറച്ചും കൂടി പറയാം, കുറച്ചും കൂടി പറഞ്ഞൂടെ? പ്രഭാതം പൊട്ടി വിടർന്നപ്പോൾ തന്റെ വീട്ടിൽ നിന്ന് ഓടുകയാണ്. ഇവിടെ എന്താ നടന്നതെന്നൊന്നും അറിയണല്ലോ, ഇവിടെ എന്താ നടന്നതെന്നൊന്നും അറിയണ്ടേ? പ്രഭാതം പൊട്ടി വിടർന്ന് വീട്ടിൽ നിന്ന് ഓടുകയാണ്. ആ പൊളിഞ്ഞു വീഴാറായ കൊച്ചു കൂരക്ക് മുമ്പിൽ തൊലത്തിങ്ങനെ കറങ്ങുകയാണ്. ഒരനക്കവുമില്ല, കുട്ടികളുടെ ശബ്ദമില്ല, വലിയവരുടെ ശബ്ദമില്ല. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് ചാരി വെച്ച് പോയ ഒരു വാതിലുണ്ട്. ആ വാതിലിന്റെ ഉള്ളിലൂടെ ത്വൽഹത്ത് നോക്കി. അപ്പോഴും ആൾ പെരുമാറ്റമില്ല. ത്വൽഹത്ത് കവാടത്തിൽ മുട്ടി. ത്വൽഹത്ത് കവാടത്തിൽ മുട്ടി. അപ്പോൾ ഞരക്കം കേൾക്കുകയാണ്. ഒരു ചെറിയ ഞരക്കമാണ്. പിന്നെയും മുട്ടിയപ്പോഴും ഞരക്കമാണ്. ത്വൽഹത്തിന് മനസ്സിലായി, എണീറ്റ് വന്ന് വാതിൽ തുറക്കാൻ കഴിവുള്ള ഒരാൾ ഇവിടെയില്ല. ത്വൽഹത്ത് തന്റെ കൈകൊണ്ട് ആ വാതിൽ പൊളിയൊന്നങ്ങ് നീക്കി ഉള്ളിലേക്ക് കടന്നപ്പോൾ ത്വൽഹത്ത് അങ്ങ് ഞെട്ടിവിറച്ചു. പടുവൃദ്ധയായ രോഗിണിയായ തൊലിച്ചുളിഞ്ഞ നടുവൊടിഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ ഉറ പോലെയുള്ള ഒരു ഉമ്മാമ ഒരു ചെറിയ പായയിൽ കടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്. ത്വൽഹത്തിന്റെ കണ്ണുകൾ നിറയുകയാണ്. ത്വൽഹത്ത് ചോദിച്ചു, ഉമ്മ നിങ്ങളുടെ വിശേഷം എന്താണ്? ഉമ്മ പറഞ്ഞു, എനിക്കാരുമില്ല. ത്വൽഹത്ത് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത് ഉമ്മ? ഉമ്മ പറഞ്ഞു, മോനെ, ഈ മദീനയിൽ സത്യസന്ധനും സൽസ്വഭാവിയുമായ ഒരു ചുറുചുറുക്കുള്ള കർമ്മോത്സകനായ ചെറുപ്പക്കാരനുണ്ട്. എല്ലാ ദിവസങ്ങളിലും പാതിരാവിൽ ആളുകൾ ഉറങ്ങിയാൽ ആ ചെറുപ്പക്കാരൻ എന്റെ വീട്ടിലെത്തുമേ, എന്നെ എടുത്ത് കുളിപ്പിക്കുമേ. ഞാൻ കാഷ്ടിച്ച മലമൊക്കെ ആ ചെറുപ്പക്കാരന്റെ കൈകൊണ്ട് വൃത്തിയാക്കുമേ. എന്നിട്ട് എന്നെ മടിയിലിരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ തോളിലേക്ക് എന്നെ ചാരിയിരുത്തിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ചപ്പാത്തിയും ഇറച്ചിയും എന്റെ വായിൽ തന്ന് കഴിച്ച ഉമ്മ എന്ന് പറഞ്ഞ് എന്റെ നെഞ്ചും വയറും തടവിയിട്ട് എന്നെ കൊണ്ട് കഴിപ്പിച്ച് എനിക്ക് വെള്ളം കുടിപ്പിച്ച് എന്നും രാത്രിയിൽ എനിക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്ന, സ്നേഹിച്ച് എന്നെ വല്ലാതെ സേവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കണ്ണിൽ നിന്ന് ധാരയായി കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ തുള്ളികൾ ഉറ്റി ഉറ്റി വീഴുന്ന ത്വൽഹത്ത് ചോദിച്ചു, ഉമ്മ, ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് അങ്ങേക്കറിയുമോ?
തള്ള പറഞ്ഞു, ഞാൻ എല്ലാ ദിവസങ്ങളിലും പരിചയപ്പെടാൻ പേര് ചോദിക്കും, പേര് എന്നോട് പറഞ്ഞിട്ടില്ല. ത്വൽഹത്ത് പറഞ്ഞു, ഉമ്മ അത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. പൊന്നുമോനെ, അല്ലാഹു തലയിൽ കയറിയ ഈ പണിയും എടുക്കും, അതിന്റെ മേലെയും എടുക്കും. ഈ മനുഷ്യനാരായിരുന്നു? മക്ക കണ്ട റൗഡികളുടെ നേതാവായിരുന്നു. ആ മനുഷ്യനാണ് പാതിരാവിൽ പതുങ്ങി ആരും അറിയാതെ ഉമ്മാമാന്റെ മലമ്പേറാന് തന്റെ കൈ ഉപയോഗപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ എന്ത് പ്രവർത്തനമാണ് അല്ലാഹുവിന്റെ റസൂല് കാഴ്ചവെച്ചത്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ നമുക്കും ചെന്ന് ചേരാനുള്ളത് ഈ പരിശുദ്ധ റസൂലിലാണ്. ഇവിടെ ഹയാത്തിന്റെ പൂർവാഹനത്തിൽ കഴിയുന്നവരുണ്ട്, മധ്യാഹ്നത്തിൽ കഴിയുന്നവരുണ്ട്, ഹയാത്തിന്റെ സായാഹനത്തിൽ കഴിയുന്ന പ്രായമുള്ളവരുമുണ്ട്. പൂർവാഹനത്തിൽ കഴിയുന്നവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുട്ടികളെയാണ്. മധ്യാഹ്നത്തിൽ കഴിയുന്നവരെന്ന് ഞാൻ വിവക്ഷിച്ചത് ചെറുപ്പക്കാരെയാണ്. സായാഹനത്തിൽ കഴിയുന്നവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് തലനരച്ച് തൊലിച്ചുളിഞ്ഞ 70 പിന്നിട്ട ആളുകളെയാണ്. നമുക്ക് ഏത് ദിശയിലും ഹൃദയത്തെ തിരിച്ചു പിടിക്കാനുള്ളത്, നമ്മുടെ ഹൃദയം ഒരു മദീന നോക്കി യന്ത്രമായി മാറണം. സിനിമ നോക്കി യന്ത്രങ്ങളാവരുത്, കോമഡി നോക്കി യന്ത്രങ്ങളാകരുത്. വിശ്വാസികളെ, നാം മദീന നോക്കി യന്ത്രങ്ങളാവണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്ന സമയത്ത് ഉറക്കെ ദിക്ർ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമ്മെ തുണക്കട്ടെ. ഇവിടെ +2 വരെ മദ്രസയുണ്ട്. +2വിലേക്ക് നിങ്ങളൊക്കെ മക്കളെ നിങ്ങൾ പറഞ്ഞേക്കണം. അറിഞ്ഞെടുത്തോളം +2വിൽ ആൺകുട്ടികളില്ല എന്നാണ് കേട്ടത്. മക്കളെ വാപ്പമാരെ, നിങ്ങളുടെ വീട്ടിൽ ആൺകുട്ടികളില്ലേ? അവരെ +2വിലേക്ക് പറഞ്ഞേക്കണേ. ഉമ്മമാരെ പറഞ്ഞേക്കണേ. ഈ കുട്ടികളുടെ കയ്യാലെയാണ് നമുക്ക് ഖബറിലേക്ക് യാത്ര ചെയ്യാനുള്ളത്. ഉപ്പാ, ഈ ദുന്യാവിനോട് വിട പറഞ്ഞു പോകുമ്പോൾ ഉമ്മ നമ്മുടെ മയ്യത്ത് കെട്ടിൽ പിടിക്കുന്നത് ചുണ്ടിന്റെയും പല്ലിന്റെ ഇടയിൽ കഞ്ചാവിന്റെ പൊടി തിരികിയിട്ടുള്ള ഒരു റൗഡിയാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മെ ആരാരുമില്ലാത്ത ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് നെരിയാണ്. കീഴോട്ട് പാന്റും തുണിയും എടുത്ത അതാ ക്രിസ്ത്യാനിയുടെ മുഖവും ജൂതന്റെ മുടിയും അതാ കാഫറിന്റെ കൈയും നിരീശ്വരവാദികളുടെ സംസാരവുമുള്ള 2 മക്കളായി നമ്മുടെ ഖബറിലേക്ക് അങ്ങ് താഴ്ത്തിയാലുള്ള അദാബിന്റെ കാഠിന്യം ഓർത്തു നോക്കൂ. വാപ്പാന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയിട്ടാൽ ആ വാപ്പ കഫൻ ചെയ്യപ്പെട്ട വാപ്പാനെ കണ്ട് ഇതിന്റെ വാപ്പയാണെന്ന ധാരണയോട് അല്ലാ എന്ന ചിന്തയിൽ തക്ബീർ കെട്ടി മനം പൊട്ടി അല്ലാ വാപ്പാക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന മക്കള് വേണ്ടേ? വാപ്പന്റെയും ഉമ്മന്റെയും ഖബറ് കണ്ടാൽ ഇന്നും ഞാൻ എന്റെ വാപ്പന്റെ ഖബറിന്റെ അരികിൽ പോകുമ്പോൾ നിയന്ത്രണം വിട്ട് കരയുന്നവനാണ്. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ചില സമയങ്ങളിലൊന്ന് എന്റെ പ്രിയപ്പെട്ട വാപ്പന്റെ ഖബറ് കാണുമ്പോഴാണ് സ്വയം നിയന്ത്രണം വിട്ടങ്ങ് വിതുമ്പുന്നത് പോലെ. കാരണം ഇന്ന് തലപ്പാവും ഈ വെള്ളക്കുപ്പായമിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ കാരണം ആ മനുഷ്യന്റെ ഹയാത്ത് കാലത്തെ നസീഹത്താണ്. അല്ലാഹുവേ, നന്മകളുടെ തവാബൊക്കെയും അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. വാപ്പാന്റെയും ഉമ്മാന്റെയും ഉസ്താദുമാരുടെയും ഗുരുത്വവൃത്തമുള്ള മക്കളും ശിഷ്യന്മാരുമായി ഞങ്ങളെ നീ ചേർക്കണേ, മാറ്റണേ, ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെയും നീ നന്നാക്കണേ, ശിഷ്യന്മാരെയും നന്നാക്കണേ.